മക്കളെ, കണ്ണൂർ പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജിൽ കേരള ആരോഗ്യ സർവകലാശാല അംഗീകരിച്ച 2026-27 അധ്യയന വർഷത്തെ BSc നേഴ്സിംഗ് ആയുർവേദവും അതേപോലെ BPharm ആയുർവേദത്തിൻ്റെയും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപേക്ഷ LBS സെൻറ്റർ വഴിയാണ്. അപ്പോൾ സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. lbscenter.kerala.gov.in എന്നുള്ള സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള സമയം സെപ്റ്റംബർ 12 വരെ ഉണ്ടാകും. സെപ്റ്റംബർ 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 2 കോഴ്സുകൾക്കാണ്. ഒന്ന് BSc നേഴ്സിംഗ് ആയുർവേദമാണ്, BPharm അതും ആയുർവേദമാണ്. ഇത് രണ്ടും MVRലാണ്. അപ്പോൾ MVR മെഡിക്കൽ കോളേജിൽ ഈ 2 കോഴ്സുകളുടെ മാത്രം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ്, സെപ്പറേറ്റ് അലോട്ട്മെൻറ്റാണ് നടത്തുക. ഇനി ഇതിൽ രജിസ്ട്രേഷനുള്ള ഫീ നോക്കുക, 800 രൂപയാണ് ഒരു ജനറൽ കാറ്റഗറി. എന്നാൽ SC/ST കാറ്റഗറി വിഭാഗത്തിന് 400 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയും ചെയ്യാം. സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ഇനി BSc നേഴ്സിംഗ് ആയുർവേദമാണെങ്കിലും അല്ലെങ്കിൽ BPharm ആയുർവേദമാണെങ്കിലും ഈ കോഴ്സുകളുടെ ദൈർഘ്യം, കാലാവധി 4 വർഷത്തെ കോഴ്സാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ LBS സെൻറ്റർ വഴിയാണ് LBS സെൻറ്ററിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികളെ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തുക. ഇനി സീറ്റുകൾ നോക്കുക, BSc നേഴ്സിംഗ് ആയുർവേദത്തിന് 50 സീറ്റുകളും BPharm ആയുർവേദത്തിന് 50 സീറ്റുകളും, അങ്ങനെ ആകെ 100 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ. 50 സീറ്റ് ആയുർവേദ നേഴ്സിംഗുമുണ്ട്, 50 സീറ്റ് BPharm ആയുർവേദവുമുണ്ട്. ഇങ്ങനെ 100 സീറ്റുകളിലേക്കാണ്. ഇനി ഇന്ത്യൻ ആയിരിക്കുന്ന, അതായത് ഭാരതീയനായിരിക്കുന്ന ആർക്കും അപേക്ഷിക്കാം. അതിൽ കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമാണ് കമ്മ്യൂണിറ്റി വൈസുള്ള രജിസ്ട്രേഷനൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഫീസ് ആനുകൂല്യവും അല്ലെങ്കിൽ അതുപോലുള്ള സീറ്റ് റിസർവേഷനും ഒക്കെ ഉണ്ടാവുക. ഇനി യോഗ്യത എന്താണെന്ന് നോക്കുക. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ +2, ഇനി കേരള ഹയർ സെക്കൻഡറി തന്നെ ആവണമെന്നില്ല, CBSE ICSE ഏത് സ്റ്റേറ്റിൽ പഠിച്ചവരാണെങ്കിലും +2ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. ഇത് 3 കൂടെ ചേർത്ത് +2ൽ മാത്രമാണ്, +1ൻ്റേത് ബാധകമല്ല. +2വിന് പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് ഉണ്ടാവണം. ഇനി SCBC ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ 45% മാർക്ക് മതിയാവും. SC/ST കാറ്റഗറി പാസ്സായാൽ മതിയാവും. അത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതൊന്നുകൂടി ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അപേക്ഷകർ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പറ്റൂല, +2 പാസ്ഡ് ആയിരിക്കണം. ഏത് വർഷം പാസ്സായി എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ +2 പാസ്സായിട്ടുണ്ടാകണം. അപ്പിയറിംഗ് കാൻഡിഡേറ്റ് ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റൂല. പിന്നെ 17 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നുണ്ട്. അതേപോലെ ഉയർന്ന പ്രായപരിധിയില്ല. ഓക്കെ. ഇനി ഫീസിൻ്റെ ഞാൻ പറഞ്ഞു 400 രൂപയാണ് ജനറൽ കാറ്റഗറി, ജനറൽ, അതുപോലെ OBC, EWS ഒക്കെ 800 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റിന് 400 രൂപ അടച്ചാൽ മതിയാവും. പ്രോസ്പെക്ടസ് LBSൻ്റെ സൈറ്റിലുണ്ട്. ഞാൻ ആ പ്രോസ്പെക്ടസിലെ മെയിൻ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അപേക്ഷ കൊടുക്കുന്നതിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് മെഡിക്കൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അഡ്മിഷൻ ടു BSc നേഴ്സിംഗ് ആയുർവേദ ആൻഡ് BPharm ആയുർവേദ ഡിഗ്രി കോഴ്സ് 2026 ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ലോഗിൻ ഐ ഡി ഉപയോഗിക്കാം. പുതിയതായിട്ട് ചെയ്യുമ്പോൾ ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപയോഗിച്ച് ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷം ബാക്കി പ്രൊസീജിയർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാക്കി പ്രൊസീജിയർ, ഫീസ് അടച്ചതിന് ശേഷമാണ് ബാക്കി ഡീറ്റെയിൽ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ചെലാൻ വഴിയും അടയ്ക്കാം. അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 24 hours ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരേക്കാം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങളുടെ ഫീ അവിടെ റിഫ്ലക്റ്റ് ആയതിനു ശേഷം മാത്രമാണ്. ഇനി അക്കാഡമിക് വിവരങ്ങൾ ഉൾപ്പെടെ നൽകി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ കൺഫർമേഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പേഴ്സണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, പേരൻസിൻ്റെ പേര്, മാർക്ക്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ. ഓക്കെ. അതായത് ഫൈനൽ കൺഫർമേഷന് ശേഷം ആപ്ലിക്കേഷനിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. ഇനി ഫൈനൽ കൺഫർമേഷന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്തും വയ്ക്കാം. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളുടെ
ആപ്ലിക്കേഷൻ അപൂർണമായിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും അവരെ പരിഗണിക്കുന്നതുമല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഡോക്യുമെൻറ്റുകളൊന്നും നിങ്ങൾ അങ്ങോട്ട് അയക്കേണ്ടതുമില്ല. ഇനി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൽ 2 റാങ്ക് ലിസ്റ്റാണ്. ഒന്നാമത് BSc നേഴ്സിംഗ് ആയുർവേദത്തിന് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തേത് BPharm ആയുർവേദത്തിന് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇതെങ്ങനെ കൺസിഡർ ചെയ്യുക എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് +2 കിട്ടിയ, +1 ആൻഡ് +2 ഇല്ല, +2 കിട്ടിയ 2ാം വർഷം കിട്ടിയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക. അത് നേഴ്സിങ്ങിൻ്റെ കേസിലാണെങ്കിലും അതെ, BPharmൻ്റെ കേസിലായാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാത്രം മാർക്കാണ് നോക്കുക. അതും 2ാം വർഷത്തെ +2 മാത്രം മാർക്കാണ് നോക്കുക. ഓക്കെ. ഇനി ഈ അപേക്ഷയെല്ലാം കൊടുത്ത് നിങ്ങളുടെ മാർക്കും ഒക്കെ കൊടുത്ത് പിന്നീട് വരുന്ന റാങ്ക് തീരുമാനിച്ച് അല്ലെങ്കിൽ റാങ്ക് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയർ. എന്ന് പറഞ്ഞാൽ അപേക്ഷാർത്ഥികളുടെ റാങ്കും അവർ നൽകുന്ന കോഴ്സുകളുടെ ഓപ്ഷൻ അടിസ്ഥാനമാക്കി അലോട്ട്മെൻറ്റ് നടക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ മാത്രമാണ്. ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കുറേ കഴിയുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരിക. LBSൽ നഴ്സിംഗ് ഒക്കെ കൊടുത്തവർക്കറിയാം, ഇപ്പോൾ അവരുടെ ഇൻഡെക്സ് വന്നതേ ഉള്ളൂ, റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇതിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷനെ കുറിച്ചാണ്. ഇത് സെപ്റ്റംബർ 12 വരെ രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇനി സെപ്റ്റംബർ 12 ശേഷം മാത്രമാണ് അടുത്ത പ്രൊസീജിയർ ഉണ്ടാവുക. അത് കഴിഞ്ഞ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കറക്ഷൻ്റെ സമയമൊക്കെ തന്ന് പിന്നീട് റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. ഇനി സീറ്റുകൾക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ റിസർവേഷനും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞ 100 സീറ്റുകൾ, 50 സീറ്റ് നേഴ്സിങ്ങിനും 50 സീറ്റ് BPharmനും. ഇതിൽ 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ പോകും. 30% സീറ്റ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് SCBC കാറ്റഗറിക്കാണ്. അപ്പോൾ അതിൽ ഈഴവ കാറ്റഗറി 9%, മുസ്ലിം കാറ്റഗറി 8% റിസർവേഷൻ, ബാക്ക്വേർഡ് ഹിന്ദുവിന് 3%, ലാറ്റിൻ 3%, ധീവര കാറ്റഗറി 2%, വിശ്വകർമ്മ കാറ്റഗറി 2%, കുശവൻ കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കാറ്റഗറി 1%, SC കാറ്റഗറി 8%, ST കാറ്റഗറി 2%, ദെൻ EWS 10%. ഇങ്ങനെയാണ് റിസർവേഷൻ പോവുക. ക്ലിയർ? അപ്പോൾ അതായത് സാധാരണയുള്ള എല്ലാ റിസർവേഷനും ഇവിടെയും ബാധകമാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, സ്കാൻഡ് കോപ്പി ഓഫ് ദ റെലവൻറ്റ് പേജ് ഓഫ് SSLC ഓർ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, അത് നിങ്ങളുടെ SSLC ആവാം, അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാം. ദെൻ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി. നേറ്റിവിറ്റിക്കും നിങ്ങൾക്ക് SSLC കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. ഇനി സ്കാൻഡ് കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതായത് ഫീസ് ആനുകൂല്യം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ തഹസിൽദാറോട് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തഹസിൽദാറോട് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്, വില്ലേജിൽ നിന്നല്ല. ഇനി അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. ഇതാർക്കാണ്? NCL നോൺ ക്രിമിലെയർ കാറ്റഗറിക്ക് OBC കാൻഡിഡേറ്റിനാണ് ഈ NCL വേണ്ടത്. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് മതി. ഇത് ഏത് പർപ്പസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. ഇനി ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ് പേരൻസ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൽ പേരൻറ്റിൽ ഒരാൾ SCO STO ആയിരിക്കണം. ദെൻ അത് തഹസിൽദാരോടാണ് വാങ്ങേണ്ടത്. ഇനി സ്കാൻഡ് കോപ്പി ഓഫ് EWS ഡോക്യുമെൻറ്റ്. EWSും നിങ്ങൾക്ക് വില്ലേജിൽ നിന്നാണ് വാങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് വില്ലേജിൽ നിന്ന് വാങ്ങുന്നത് വെച്ചാൽ, ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ NCL വില്ലേജിൽ നിന്ന് വാങ്ങാം. ഒരു EWS കാറ്റഗറിക്കാരാണെങ്കിൽ EWSും. ഇത് രണ്ടും എവിടെ നിന്നാണ്? വില്ലേജിൽ നിന്നാണ്. എന്നാൽ SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, അതേപോലെ ഇൻ്റർകാസ്റ്റ് മാരേജ്, പേരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ആ ഇൻ്റർകാസ്റ്റ് മാരേജിൽ പേരൻറ്റിൽ ഒരാൾ SC ആണെങ്കിൽ അതും ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതും താലൂക്കിൽ നിന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വില്ലേജിൽ നിന്ന് വാങ്ങേണ്ടത് ഏതാണെന്നും താലൂക്കിൽ നിന്ന് വാങ്ങേണ്ടത് ഏതാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനായി വാങ്ങുന്ന ഡോക്യുമെൻറ്റും ഉപയോഗിക്കാം, ഓഫ്ലൈൻ തന്നെ വേണമെന്നില്ല, അക്ഷയ വഴി അപേക്ഷിച്ച് കിട്ടുന്നതും ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കുക. ഈ BSc നേഴ്സിംഗ് ആയുർവേദം അതിൻ്റെ ട്യൂഷൻ ഫീ ഒരു വർഷത്തേക്ക് 53,000 രൂപയാണ്. സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയറിൽ 25,000 രൂപ. അപ്പോൾ ടോട്ടൽ നിങ്ങൾ ഏകദേശം 78,000 രൂപ അടയ്ക്കേണ്ടി വരും. 78,000 ആണ് ആദ്യ വർഷം അടയ്ക്കേണ്ടി വരിക. പിറ്റത്തെ വർഷം തൊട്ട് എത്ര അടച്ചാൽ മതി? ഈ 53,000 20,000 73,000 രൂപ അടച്ചാൽ മതി. ഒരു വർഷത്തേക്കാണ്.
ഫസ്റ്റ് ഇയറിൽ മാത്രം 78,000, പിന്നീട് അങ്ങോട്ട് 73,000. എന്നാൽ ബി ഫാമിനാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ 63,600 രൂപ. ഇതെല്ലാ വർഷവും അടയ്ക്കണം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു 30,000 രൂപ കൂടി, അതായത് 93,600 രൂപ അടയ്ക്കണം. ഫസ്റ്റ് ഇയറിൽ 93,600 രൂപ അടയ്ക്കണം. സെക്കൻഡ് ഇയർ ഓൺവേഡ്സ് നിങ്ങൾ 88,600 രൂപ അടച്ചാൽ മതി. ഒരു വർഷത്തേക്കാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു 5,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ മാത്രം. ഫസ്റ്റ് ഇയറിൽ ഒരു 5,000 രൂപ കൂടും. സെക്കൻഡ് ഇയർ ഓൺവേഡ്സ് 5,000 കുറവായിരിക്കും. ഇവിടെ 78,000 പിറ്റേ വർഷം 5,000 കുറച്ച് 73,000 വെച്ച് ബാക്കി വർഷങ്ങൾ അടയ്ക്കുക. ഇവിടെ 93,600 അടയ്ക്കുക. പിറ്റേ വർഷം തൊട്ട് 88,600 അടയ്ക്കുക. ഇത് ഒരു വർഷത്തെ ഫീ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ട്യൂഷൻ ഫീ വരും, എല്ലാ വർഷവും സ്പെഷ്യൽ ഫീയും വരും. ആ സ്പെഷ്യൽ ഫീയിൽ ഒരു 5,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ഞാനിപ്പോൾ അവരുടെ LBSൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിന് സെപ്പറേറ്റ് എക്സാം ഒന്നുമില്ല. നിങ്ങളുടെ +2 മാർക്ക്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, +2 മാർക്കിൻ്റെ ബേസിലാണ്, +2 ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. നീറ്റ് എഴുതേണ്ടതില്ല, കീം എഴുതേണ്ടതില്ല, ഇതൊന്നും ഇല്ലാതെ സാധാരണ LBSൽ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കറിയാം. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നടക്കുക. സെപ്പറേറ്റ് ഒരു ലിങ്ക് വഴി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ, സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.